ഇപ്പോൾ എറണാകുളത്തുള്ളൊരു ദൃശ്യം കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാണിച്ചില്ല. കൃഷ്ണ ചെറിയാൻ ഉമാ തോമസ് MLA-ക്കൊപ്പം KSRTC ബസ്സിൽ സഞ്ചരിക്കുന്നുണ്ട്. എറണാകുളത്ത് എല്ലാ ജില്ലകളിലും മന്ത്രിമാരാണ് ഈ ചടങ്ങിന് നേതൃത്വം കൊടുക്കുന്നത്. ഇപ്പോൾ എറണാകുളത്തു നിന്നുള്ള ദൃശ്യമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. കൃഷ്ണ ചെറിയാൻ നമുക്കൊപ്പം ചേരുന്നു. കൃഷ്ണ, വിവരങ്ങൾ പറയൂ. കർണാടകയിലെ ശക്തിക്കും തെലങ്കാനയിലെ മഹാലക്ഷ്മിക്കും ശേഷം കേരളത്തിൽ പ്രിയദർശിനി ഓടി തുടങ്ങുകയാണ്. ഇതിൽ നമ്മുടെ VD സതീശൻ മുഖ്യമന്ത്രി പറയുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രം SKN ചിലപ്പോൾ ശ്രദ്ധിച്ചു കാണും. അതായത് പ്രതിവർഷം സർക്കാരിന് ചെലവ് 800 കോടി രൂപയാണ്. ഈ 800 കോടി രൂപ സർക്കാരിന്റെ കയ്യിൽ നിന്ന് ചെലവാകുമ്പോൾ നമ്മുടെ സ്ത്രീകൾക്ക് തെലങ്കാനയിലെയും കർണാടകയിലെയും 2 വർഷത്തെ കണക്കെടുത്താൽ ഒരു 10,000 കോടി രൂപ സേവ് ചെയ്യാൻ പറ്റിയാൽ ആ 10,000 കോടി പല പോക്കറ്റുകളിലേക്ക് പോകുന്നു. ആ പോക്കറ്റുകൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ വളർത്തുന്നു. ഇതാണ് സർക്കാരിന്റെ ഇക്കണോമിക്സ്. നമുക്ക് നോക്കാം. നമുക്ക് ഇവിടെ ഈ ഫ്ലാഗ് ഓഫ് ചെയ്തത് നമ്മുടെ ഉമാ തോമസ് MLA ആണ്. ഉമ്മച്ചേച്ചിയിലേക്ക് പോകാം. അതിനു മുമ്പ് ഒരു 0 ടിക്കറ്റ് ഉണ്ടോ? അപ്പൊ ടിക്കറ്റ് ആയില്ല എന്ന് പറയുന്നു. എന്തായാലും ഇവിടെ യാത്ര ചെയ്യുന്ന എല്ലാവരും ഉമ്മച്ചേച്ചി വേണം. ഉമ്മച്ചേച്ചി, നമ്മുടെ വനിതകൾ ഈ 0 ടിക്കറ്റ് എടുക്കുമ്പോൾ എന്താണ് നമ്മുടെ കേരളത്തിൽ ഉണ്ടാവാൻ പോകുന്ന മാറ്റം? തീർച്ചയായിട്ടും സാധാരണ സ്ത്രീകള്, ജോലിക്ക് പോകുന്നവര്, അതുപോലെ തന്നെ ചെറിയ ചെറിയ വീട്ടുവേലയ്ക്ക് പോകുന്നവർക്ക് പോലും ഒരു വലിയ സമാശ്വാസമാണ് ഈ പദ്ധതിയിലൂടെ നടപ്പാകുന്നത്. അവർക്കൊരു ചെറിയ തുക മിച്ചം വെച്ചിട്ട് ഒരു മാസം ആവുമ്പോൾ അവരുടെ ജീവിതത്തിൽ അത് വിനിയോഗിക്കാനായിട്ടുള്ളൊരവസരം കൈവരികയാണ്. സ്ത്രീകളെ ചേർത്ത് പിടിച്ച് സ്ത്രീകൾ ഈ കുടുംബത്തിന് ഒരു വളരെയധികം കഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്ന ജോലികൾക്ക് ഒരു മിച്ചം വയ്ക്കൽ അവർക്ക് സാധ്യമാകുന്നു എന്നുള്ളത് വലിയ നേട്ടം തന്നെയാണ്. ഇതൊരു ചരിത്ര വിജയം തന്നെയാണ്. മാനിഫെസ്റ്റോയിൽ അംഗീകരിച്ച ഒരു കാര്യം നടപ്പാക്കുന്നതിലൂടെ UDF സർക്കാർ ഏറ്റവും മുൻപന്തിയിൽ തന്നെ അത് ദിവസങ്ങൾക്കുള്ളിൽ അത് നടപ്പാക്കിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ സന്തോഷം തന്നെയാണ്. സന്തോഷം. എന്തായാലും ചേച്ചി, ഏതായാലും SKN അതാണ് അതിന്റെ സാമ്പത്തിക ശാസ്ത്രം ചേച്ചിയാണ്. ഇതൊരു സതി ചേച്ചിയുണ്ട്, കൗൺസിലറാണ്, SKN-നെ സ്ഥിരം കാണുക പറഞ്ഞു. മഹിളാ കോൺഗ്രസിന്റെ നേതാവാണ്. അപ്പൊ ചേച്ചി പറഞ്ഞു. സതീദേവി, SKN നമസ്കാരം. സതീദേവി, പിന്നെ വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ സർക്കാർ പറഞ്ഞ വാക്ക് പാലിച്ചു. ഇപ്പം എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്കൊരു ദിവസം 30 രൂപ ബസ് കാശാവും. അപ്പോൾ ഇതിൽ പോകുമ്പോൾ എനിക്ക് ആ 30 രൂപ ലാഭം വയ്ക്കാം. വളരെ ഇതിലായിട്ട് നിൽക്കുന്നവർക്കൊക്കെ അത് വളരെ സഹായിക്കും. ഒരുപാട് സന്തോഷമുണ്ട്. VD സതീശൻ സാറിൻ്റെ സർക്കാരിന് ഒരുപാട് നന്ദി. മഹിളാ കോൺഗ്രസിന്റെ പേരിൽ ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഓക്കെ, അതാണ് മഹിളാ കോൺഗ്രസിന്റെ. എന്തായാലും ചില പുരുഷന്മാരുണ്ട്. മോനെ, ഉമ്മച്ചേച്ചി ആദ്യം പറഞ്ഞ എന്താ നിങ്ങളോട് ടിക്കറ്റ് അല്ലേ? നിങ്ങളോട് ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞില്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും സഹോദരന്മാരെല്ലാവരും ടിക്കറ്റ് എടുത്താണ് യാത്ര ചെയ്യുക. അപ്പൊ സഹോദരങ്ങളോട് ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞു. ഒപ്പം തന്നെ നമ്മുടെ ഡ്രൈവറോട് ഉമ്മച്ചേച്ചി പറഞ്ഞു ഈ റിപ്പോർട്ടേഴ്സ് ഒക്കെ ഉള്ളതാണ്, അതുകൊണ്ട് നിങ്ങളെ സൂക്ഷിച്ച് പതുക്കെ ഓടിക്കണമെന്ന് പറഞ്ഞു. സന്തോഷമായോ? പിന്നെ വളരെയധികം സന്തോഷം. അമ്മേ, സന്തോഷമായി പോലെ. എത്ര രൂപ ചെലവാകും ഒരു മാസം അമ്മയ്ക്ക്? എനിക്ക് ഒരു പൈസ ആരും ഇല്ല. ബസ് കാശ് നല്ലപോലെ ചെലവാകും. അപ്പൊ അത് ലാഭിക്കാൻ പറ്റും. അപ്പൊ എന്തായാലും അമ്മ ആ പൈസയൊക്കെ മിച്ചം പിടിക്കുക. നമുക്ക് ഇനിയും നമ്മളൊക്കെ കൂടെ ഉണ്ടാവും കേട്ടോ. എങ്ങനെയുണ്ട്? അപ്പോ നമ്മുടെ വനിതകളെയും എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നു എന്നൊരു ഫീലൊക്കെ ആയോ? തീർച്ചയായിട്ടും ഈ സർക്കാർ എപ്പോഴും വനിതകളെയും അതുപോലെയുള്ള ജനവിഭാഗങ്ങളെല്ലാം ചേർത്ത് പിടിക്കുന്ന ഒരു സമീപനം തന്നെയാണ് എപ്പോഴും. നമ്മളൊരു കഴിഞ്ഞ 10 വർഷം നമ്മൾക്ക് ഒരുപാട് പൊള്ളയായ വാഗ്ദാനങ്ങൾ തന്ന ഒരു സർക്കാർ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ട്രാൻസ് കമ്മ്യൂണിറ്റിയെ ചേർത്ത് നിർത്തി തന്നെ തുടക്കം തന്നെ ചേർത്ത് നിർത്തി കൂടെ നിർത്തി കൊണ്ടുപോവുകയാണ്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. SKN വനിതകൾക്ക് മാത്രമല്ലല്ലോ, നമ്മുടെ ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് കൂടെ ഒരു കൈത്താങ്ങാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാവരെയും ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുന്നു. ചേച്ചി പറഞ്ഞു, സന്തോഷമുണ്ടോ? വളരെയധികം സന്തോഷമുണ്ട്. നമ്മളിപ്പോൾ സാധാരണക്കാർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു പരിപാടിയാണിത്. ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞതിൽ ഒരെണ്ണം നമുക്ക് ഇത് നടപ്പാക്കാൻ പറ്റിയതിലും അതിൽ എല്ലാ പാവപ്പെട്ടവർക്കും, അതായത് തുച്ഛമായ വരുമാനത്തോടെ ജോലി ചെയ്യാൻ പോകുന്നവർ, ബസ്സിൽ യാത്ര ചെയ്ത് സ്ഥിരമായി പോകുന്നവരുണ്ട്. അപ്പൊ അവർക്കൊക്കെ എന്ന് പറയുന്നത് ഇപ്പോൾ തമ്പാനൂരിൽ നിന്നുള്ള വാഹനം മുഖ്യമന്ത്രിയും അതുപോലെ ഗതാഗത വകുപ്പ് മന്ത്രിയും വഹിച്ചുള്ള വാഹനം സെക്രട്ടേറിയറ്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വളരെ സന്തോഷകരമായ നിമിഷങ്ങളാണ് തമ്പാനൂരിൽ സംഭവിക്കുന്നത്. സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞു. അതിനുശേഷം മുഖ്യമന്ത്രി VD സതീശനും ഗതാഗത വകുപ്പ് മന്ത്രി CP ജോണും മന്ത്രി KE തുളസിയും അടങ്ങിയുള്ള ആളുകൾ ഇപ്പോൾ ഈ വനിതകൾക്ക് ഓർഡിനറി ബസ്സിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന ഈ ബസ്സിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ വനിതകൾ
വനിതകൾക്ക് ടിക്കറ്റ് എടുക്കണം, പക്ഷേ പൈസ ചിലവാക്കേണ്ട. എന്നാൽ ഒന്നിലധികം തവണ സംസ്ഥാനത്തെ ഓർഡിനറി ബസ്സിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബ ബജറ്റിന് വലിയ നേട്ടമുണ്ടാക്കുന്ന ഒരു തീരുമാനമാണ് സംസ്ഥാന സർക്കാർ ഇന്നു മുതൽ നടപ്പിലാക്കുന്നത്. രാവിലെ 9 മണി മുതൽ തന്നെ ഈ സൗജന്യ യാത്രയിൽ സ്ത്രീകൾക്ക് ഈ സൗകര്യം ലഭിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ എല്ലാം കൃത്യമായിട്ട് ഓരോ തവണയും അവർക്ക് ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. എത്ര കിലോമീറ്റർ എന്ന് നിഷ്കർഷിച്ചിട്ടില്ല. അതുകൊണ്ട് സംസ്ഥാനത്തുടനീളം നമുക്ക് സംസ്ഥാനത്തുടനീളം വനിതകൾക്ക് സഞ്ചരിക്കാൻ കഴിയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.